അടിമാലി ദുരന്തത്തിന് കാരണം ദേശീയപാത അതോറിറ്റിയുടെ അശാസ്ത്രീയമായ മണ്ണെടുപ്പ്. എന്നാൽ ബിജുവും സന്ധ്യയും അപകടത്തിൽപ്പെട്ടത് വ്യക്തിപരമായ ആവശ്യത്തിന് വീട്ടിൽ പോയതുകൊണ്ടാണെന്ന വിചിത്രവാദമാണ് ദേശീയപാത അതോറിറ്റി ഉന്നയിക്കുന്നത്. പ്രശ്നം പഠിച്ച് റിപ്പോർട്ട് നൽകാൻ വിദഗ്ധ സംഘത്തെ നിയോഗിച്ചു. അടിമാലി മൂന്നാർ ദേശീയപാതയാണിത്. ദേശീയപാതയുടെ വികസനത്തിന് വേണ്ടിയാണ് ഒരു ഭാഗത്തെ മണ്ണെടുത്തത്. ഇന്നലെയുണ്ടായ ദുരന്തത്തിൽ മണ്ണ് പൂർണ്ണമായും ഇടിഞ്ഞ് റോഡും കടന്ന് സംരക്ഷണ ഭിത്തിയും കടന്ന് താഴെ ഭാഗത്തുള്ള വീടുകളുടെ മുകളിലേക്കെത്തി. മണ്ണിടിച്ചിൽ ഭീഷണിയുണ്ടായിട്ടും ദേശീയപാത അതോറിറ്റി ആവശ്യത്തിന് മുൻകരുതലെടുത്തില്ല. താഴെ വീടുകളുണ്ടായിട്ടും മതിയായ സംരക്ഷണ ഭിത്തി ഒരുക്കിയില്ല. നിർമ്മാണം അശാസ്ത്രീയമായ രീതിയിലാണെന്ന് നാട്ടുകാർ പലതവണ പരാതി പറഞ്ഞു. അശാസ്ത്രീയമായിട്ട് തന്നെ മണ്ണെടുത്തത്. നേരത്തെ ഉണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 15 അടി കട്ടിങ് ഉണ്ടായിരുന്നുള്ളൂ. ഇവരെടുത്തെടുത്തത് 100-150 അടിക്ക് മുകളിലേക്ക് ഹൈറ്റ് കൂട്ടി. അപകടത്തിന് ശേഷം ദേശീയപാത അതോറിറ്റിയുടെ വിശദീകരണവും വിചിത്രം. സ്ഥലത്ത് ദേശീയപാതയുടെ ഒരു നിർമ്മാണവും നടക്കുന്നില്ലത്രേ. എന്നാൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കണമെന്ന നിർദ്ദേശം നൽകിയെന്നും NHI പറയുന്നു. ബിജുവും സന്ധ്യയും വീട്ടിലേക്ക് വന്നതുകൊണ്ടാണ് അപകടത്തിൽപ്പെട്ടതെന്നും ദേശീയപാത അതോറിറ്റിയുടെ വിശദീകരണം. എല്ലാം നഷ്ടപ്പെട്ടവർക്ക് വീട്ടുപകരണങ്ങളടക്കം നൽകാൻ ദേശീയപാത അതോറിറ്റിയോട് നിർദ്ദേശിച്ചെന്ന മന്ത്രി റോഷി അഗസ്റ്റിൻ. അവരുടെ റെസ്പോൺസിബിലിറ്റിയിൽ ചില നടപടികൾ കുറവുണ്ടോ എന്ന ആശങ്ക ഉയർത്തിയതായിട്ട് എന്നോട് രാവിലെ കളക്ടർ സംസാരിച്ചു. അതൊക്കെ തീർച്ചയായിട്ടും പരിശോധിക്കും. അപകടത്തിന് പിന്നാലെ പ്രദേശത്തുള്ളവർ കൂട്ടത്തോടെ പലായനം ചെയ്യുകയാണ്. പലരും ബന്ധുവീടുകളിലേക്കും ക്യാമ്പുകളിലേക്കും മാറി. KSEB ക്വാർട്ടേഴ്സുകളിലും ലൈഫ് ഫ്ളാറ്റുകളിലും സൗകര്യമൊരുക്കുമെന്നാണ് അധികൃതരുടെ വാഗ്ദാനം. വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ അർജുൻ മട്ടന്നൂർ, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.